ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഡിവൈൻ പ്രോഫിറ്റിൻ്റെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എന്താണ് ഇപ്പോൾ ടാരോയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. എന്താണ് ടാരോ ഗൈഡൻസ് എന്ന് നോക്കാം. ബി പോസിറ്റീവ്. കാർഡുകൾ ഷഫിൾ ചെയ്യണേ. ബി പോസിറ്റീവ്. എന്താണ് ടാരോയ്ക്ക് പറയാനുള്ളത്? എന്താണ് ഗൈഡൻസ്? ഓക്കെ, കാർഡുകൾ നോക്കാം. കാർഡുകൾ നോക്കാം. കാർഡുകൾ അറേഞ്ച് ചെയ്ത് വരാം. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ എംപ്രസ്, ഏസ് ഓഫ് വാൺസ്, ക്യൂൻ ഓഫ് കപ്സ്, നയൻ ഓഫ് വാൺസ്, സൺ കാർഡ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, ആദ്യം തന്നെ എംപ്രസ് കാർഡാണ്. എംപ്രൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ കാണാം, വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡി. ആ ഒരു ലേഡിയുടെ തലയിൽ ഒരുപാട് നല്ലൊരു കിരീടം കാണാം, അതിൽ രത്നങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും അതുപോലെ വളരെയധികം അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ചിലർക്ക് എന്താണ് അതായത് അബണ്ടൻസ് നിങ്ങളിലേക്ക് എത്തുന്നു. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും അബണ്ടൻസ് നൽകാൻ വേണ്ടി സാധിക്കുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത, കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു. ആർട്ട് പരമായിട്ട് ഉള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ വളരെയധികം ഭാഗ്യമുള്ള ഒരു ദിവസമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരു പ്രൗഡ് തോന്നുന്ന ദിവസം കൂടിയായിരിക്കും. വളരെയധികം പ്രൗഡ്, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കുള്ള ഒരു ഇമേജും നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസും ഒരു ആത്മാഭിമാനമൊക്കെ നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ടാവും ഇന്നത്തെ ദിവസം. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസിയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രഗ്നൻസി റിവീലിംഗ്, അതുപോലെ പ്രഗ്നൻസി ചാൻസ് അല്ലെങ്കിൽ പ്രഗ്നൻസി കേൾക്കാനുള്ള ഇത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചതിൻ്റെ ന്യൂസൊക്കെ കേൾക്കാനുള്ള ചാൻസും ഇന്ന് കാണുന്നുണ്ട്. പ്രഗ്നൻസിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ചാൻസും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെ കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് അവരിലേക്കും കൂടി നിങ്ങളുടെ പോസിറ്റിവിറ്റി പകർന്നു നൽകാനും കഴിയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് വാൺസ് ആണ്. ഏസ് ഓഫ് വാൺസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാഷനെ നിങ്ങൾ കണ്ടെത്തുന്നു. ഓക്കെ, അത് ഡിവൈനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്നൊരു പാഷനാണ്. നിങ്ങളുടെ പാഷനെ നിങ്ങൾ കണ്ടെത്തി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഇതിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. പക്ഷേ നിങ്ങൾ തീരുമാനിക്കണം പോകണോ വേണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളൊരു കംഫർട്ട് സോണിലായിരിക്കാം നിൽക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഒരു അവസരമാണ്, നിങ്ങളതിനെ കണ്ടെത്തുന്നു, നിങ്ങളുടെ പാഷനെ കണ്ടെത്തുന്നു. പുതിയൊരു ജോലി തുടക്കം, പുതിയൊരു ജോലി ഓഫർ ആയിരിക്കാം, ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. ഒരു ഐഡിയ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നു. പിന്നെ ഇത് ഡിവൈനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു ഓഫറാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പാഷനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര നിങ്ങൾക്ക് പതിപ്പിക്കാൻ വേണ്ടി പറ്റും.
അതായത് നമ്മൾക്ക് അത് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ ദീർഘകാലം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പേര് നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും. അതാണ് ഏസ് ഓഫ് വാൺസ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നു. ഓക്കെ, അടുത്തത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളാണ്, അതുപോലെ തന്നെ വളരെയധികം കെയറിങ് ആണ്. മറ്റുള്ളവരെ ഒരു എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു അമ്മയുടെ സ്നേഹത്തോടെ കാണാൻ വേണ്ടി പറ്റുന്നു. ജെൻസ് ആയിരിക്കാം നിങ്ങളെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ ഒരു സ്നേഹത്തോടെ ഒരു വാത്സല്യത്തോടു കൂടി നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെയും കാണുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നു, കെയറിങ്, ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ മറ്റുള്ളവർ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് കൂടി നിങ്ങളെന്താണ് അവരെ കൂടി സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇമോഷൻസിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. പിന്നെ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നിങ്ങൾ ആ ഒരു ഇമോഷനെ അതേപടി സ്വീകരിക്കുക. മറ്റുള്ളവരെയും നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇമോഷനെ അതേപടി സ്വീകരിക്കാൻ, ആ ഒരു വ്യക്തതയോടുകൂടി സ്വീകരിക്കാനുള്ള ഒരിതും നിങ്ങളിലേക്ക് പറയുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കും, അവരുടെ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ നിങ്ങളോട് പ്രതികരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ ആർട്ടിസ്റ്റിക്കലായിട്ട് എന്തെങ്കിലും കാര്യമായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങളിവിടെ കാണുന്നു. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പലരും നിങ്ങളോട് വന്നിട്ട് ഗൈഡൻസൊക്കെ ചോദിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുകയും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, ഗ്രൗണ്ടഡ് ആയിരിക്കുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് വളരെയധികം നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, എന്താണോ നിങ്ങൾക്കുള്ളത് അതിനും നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള കാര്യത്തിനും അതുള്ളതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും പറയുന്നുണ്ട്. അതാണ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. നിങ്ങൾ വളരെയധികം ഇന്ന് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാവരെയും വളരെയധികം കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് സങ്കടമൊക്കെ വരും. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് 9 ഓഫ് വാൺസ് ആണ്. 9 ഓഫ് വാൺസ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വിജയം തന്നെ, നിങ്ങൾ ഒരുപാട് പോരാട്ടങ്ങളെ അതിജീവിച്ച് വിജയിച്ചിട്ട് വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ എങ്കിലും ഈ ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ഭയക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് വീണ്ടും പ്രശ്നങ്ങൾ വന്നേക്കാം. വിജയിച്ചിട്ടുണ്ട്, മറ്റുള്ളവരൊക്കെ ഒതുക്കിയിട്ടുണ്ട്, എങ്കിലും പ്രശ്നങ്ങൾ വന്നേക്കാം. കാരണം ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ പാഷനൊപ്പം പോകുമ്പോൾ നിങ്ങളെ പിറകുന്ന ഇതാക്കുന്ന, നിങ്ങളെ ഗോസിപ്പ് പറയുന്നതും നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങൾ ആദ്യത്തെ ഒരു പടി വിജയിച്ചു, അപ്പോൾ എന്തുണ്ടാവും, അവിടെ കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ നിങ്ങൾക്ക് എന്താണ് അവരോട് ഫൈറ്റ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടാവും. അവരോടും ഫൈറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നു. ചുറ്റുള്ളവരൊക്കെ അതിജീവിച്ചിട്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. പക്ഷേ എങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ഇവിടെ നിങ്ങൾ പോരാട്ടം നിർത്തരുത്, മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. കാരണം അടുത്തത് എൻഡ് ഓഫ് എ സൈക്കിളാണ്. ഒരു സൈക്കിളിൻ്റെ 10th സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കിളിൻ്റെ എൻഡ് ആവുകയാണ്. അവിടെ നിന്ന് മുതൽ നിങ്ങൾക്ക് അതൊരു പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദൃഢനിശ്ചയം വേണം. നിങ്ങളിവിടെ ഉപേക്ഷിച്ച് പോകരുത്. ചുറ്റുന്ന പ്രശ്നങ്ങൾ വന്നേക്കാം, പക്ഷേ നിങ്ങളുടെ പോരാട്ടം നിർത്തരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പുകൾ പറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ ഇടപെടലുകളും ഉണ്ടായേക്കാം. അതൊക്കെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കൊളീഗ്സിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നും അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ക്ഷീണമൊക്കെ തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾ നിർത്തരുത്, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് പറയുന്നത്. അടുത്ത ഘട്ടം നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത്. പിന്നെ
ജാഗ്രത, അതായത് നിങ്ങൾക്ക് പേടിയല്ല വേണ്ടത്, പേടി വേണ്ട, ജാഗ്രത മതി. ഓക്കെ, അപ്പോൾ ജോലിസ്ഥലത്ത് നിന്ന് ചുറ്റും പ്രശ്നം വരാനൊക്കെ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇന്ന് ഒഴിവായിട്ട് മുന്നോട്ടേക്ക്, എന്തെങ്കിലും പ്രശ്നം വരുന്നു അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വരുന്നു എന്ന് കാണുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മാറിപ്പോവുക, സ്കിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വ്യക്തതയോടുകൂടി പെരുമാറുക എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സണ്ണാണ്. സൺ കാർഡ് ഇവിടെ പറയുന്നത് നിങ്ങളിലേക്കൊരു വിജയമാണ് വരുന്നത്, സക്സസ്, ഒരു പുതിയൊരു തുടക്കം, എല്ലാത്തിലും ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നു. ഇത് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് പല ബ്ലോക്കേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് പല തിരിച്ചടികൾ, പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അതൊക്കെ തീർന്നിട്ട് പുതിയൊരു എനർജിയോടുകൂടി നിങ്ങൾ ഇവിടെ ഒരു കുട്ടിയെ കാണാം കുതിരപ്പുറത്ത് പോകുന്നത്. അപ്പോൾ അതുപോലെ ഒരു കുട്ടിത്തത്തോടു കൂടി നിങ്ങൾക്ക് പുതിയൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ഹീലാവുന്നു, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കുന്നു. പുതിയ രീതിയിൽ നിങ്ങൾ എല്ലാത്തിനും ഒരു ഫ്രഷ് എനർജിയോടുകൂടി നിങ്ങൾ എല്ലാത്തിനെയും കാണുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് തൊഴിൽപരമായിട്ട് വളരെ നല്ല സമയമാണ്, നിങ്ങൾക്ക് പുരോഗതിയാണ് വരുന്നത്. അത് ധനപരമായിട്ടും നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, പുതിയ ശീലങ്ങൾ നിങ്ങൾ തുടങ്ങുന്നു, ഒരു പുതിയ എനർജി, എല്ലാത്തിലും ഒരു പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, ഒരു പുതിയ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പുതിയൊരു, അതായത് ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്നാണ്. അടുത്ത 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു പുതിയ കോഴ്സ് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, കൊളാബറേഷൻ, ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നു, നിങ്ങൾക്കൊരു മെൻറ്റർ ലഭിക്കുന്നു, ഒരു അപ്രൻറ്റീസ്ഷിപ്പൊക്കെ വരുന്നു. അതായത് നിങ്ങൾ ടീമായിട്ടാണ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ദിവസമാണെന്ന്. അതായത് ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. ചിലരൊക്കെ ബിസിനസ്സിൽ മറ്റ് വ്യക്തികളുടെ അഭിപ്രായം തേടുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പോ എടുക്കുന്നതായിരിക്കാം. കാരണം ഇവിടെ പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങളിലേക്ക് വരുമാനം വരുന്ന രീതിയിലുള്ള ചർച്ചകളിലേക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിരിക്കാം, അതിനുള്ള ചർച്ചകൾ നടത്തുന്നതായിരിക്കാം. ഇതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതായത് നിങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു, കൂട്ടമായി ഒരു ബോസ് ലൈക്ക് ഫിഗറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, ഇപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്, അതായത് ഒരേ സമയം നിങ്ങൾ നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബാലൻസ് ലഭിക്കുന്നുണ്ടാവില്ല, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്താണ് വേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളൊരു ലൂപ്പ് പോലെയുള്ള രീതിയിലാണ്, ഇതൊരു ലൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റി ആയിട്ടും കാണാം. പക്ഷേ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിരവധി കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് ഒരു ഫോക്കസ് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാനും അതിൽ ഫോക്കസ്ഡ് ആവാനും ശ്രമിക്കുക. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഏറ്റക്കുറച്ചിലുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. വ്യക്തമായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. വ്യക്തമായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അവിടെ താഴെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു. ഓക്കെ, വളരെയധികം ഹാപ്പി ആയിരിക്കുക. നമ്മളിലേക്ക് ആദ്യം മനസ്സിലാക്കുക, അബണ്ടൻസ് ഇതൊക്കെ വരുന്നത് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരിലേക്കാണ്. അതുകൊണ്ട് എപ്പോഴും വൈബ്രേഷൻസ് ഉയർത്തിയിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, വൈബ്രേഷൻസ് ഉയർത്തുക, നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്തുക.
അബണ്ടൻസ്, പിന്നെ ചിലർക്ക് എന്താണ് പ്രഗ്നൻസി റിവീലിങ്, പിന്നെ പുതിയൊരു അവസരം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങൾ ഇന്ന് വളരെയധികം മറ്റുള്ളവരെ വളരെയധികം കെയറിങ്ങും അത് നിങ്ങളും സ്റ്റേബിളായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ചെറിയൊരു വിഷമമൊക്കെ വരാനുണ്ട്, എങ്കിലും അത് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി. പിന്നെ ചുറ്റിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, ഇന്ന് ആർഗ്യുമെൻറ്റ്സൊക്കെ നിങ്ങൾക്കെതിരെ വന്നേക്കാം. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണെന്നുള്ളത് അതിൽ വ്യക്തത നേടുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക, നിർത്തരുത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. പിന്നെ ചിലർക്കൊക്കെ നല്ലൊരു ഹീലിങ്ങിൻ്റെ ഒരു എനർജി, എല്ലാത്തിലും ഒരു പുതുമ ഫീൽ ചെയ്യുന്നു ഇതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ ഒന്ന് ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും എന്താണ് നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനുമാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാം, എങ്കിലാണ് നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും ലഭിക്കുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് കമൻസ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നന്ദി. ഓരോ കാര്യങ്ങൾ ചേച്ചി ഇങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ നടന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, എൻ്റെ വ്യൂവേഴ്സിന് നന്ദി. അതുപോലെ പേഴ്സണൽ റീഡിംഗ് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എങ്കിൽ അത് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിടാം. ഓക്കെ, റീഡിങ്ങിന് താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.